ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാൽ അറിയാം, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്ന ഒരു ഹെയർ ആണ് കേട്ടോ. ഇപ്പം എൻ്റേത് ഈ ഒരു ഹെയർ നമുക്ക് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ മാസ്ക് ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് വേണ്ടതുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിനകത്തേക്ക് ഒരു മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം മുട്ടയുടെ സ്മെല്ലൊന്നും പറ്റാത്തവർക്ക്, മുട്ട തല തേക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ആലോവേറ ജെല്ലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇത് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ തലയിൽ ഇടാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാവേ. ഇപ്പം ഞാനിത് മിക്സിയിൽ ഇട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തലയിൽ തേക്കാനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനേ. ഇപ്പം ഞാൻ ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ. ഇതും നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ അതും ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ മാസ്ക് നമ്മൾ തലയിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് തലയിൽ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട, എന്നാലും ഒരു കുറച്ച് വെളിച്ചെണ്ണ. നമ്മളിനിയിപ്പോൾ ഷാമ്പു ഒക്കെ ഇട്ട് മുടി കഴുകാൻ പോവില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഹെയർ മാസ്ക് നമുക്ക് നന്നായിട്ട് മുടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ മുടിയിലെ ജടയിലൊക്കെ വിടർത്തി നന്നായിട്ടൊന്ന് നമ്മുടെ ഹെയർ മാസ്ക് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലെ ടിപ്പിലും എല്ലാം നന്നായിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണേ. അപ്പം എൻ്റെ മുടിക്ക് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് മാസ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് മുഴുവൻ ഞാൻ തേച്ച് തല മുഴുവൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. വീക്കിലി ഒരു 2 ടൈംസ് ഒക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ. നമുക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങളുടെ മുടിക്ക് നല്ലതുമാണ്. അല്ല എന്ന് വെച്ചാൽ ദോഷമൊന്നും ചെയ്യാതെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയർ സ്മൂത്ത് ആവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെരാറ്റിൻ മാസ്ക് ആണ് കേട്ടോ ഇത്. എന്നിട്ട് തലയിൽ മുഴുവൻ ഞാൻ നന്നായിട്ട് ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 30 മിനിറ്റ്സ് ഒക്കെ നമുക്കിത് വെക്കണേ. ഇപ്പം തന്നെ ഒരു 25-30 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാനത് തലയിൽ വെച്ചിട്ട്. ഇത് തലയെല്ലാം നന്നായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഷാമ്പു ഇട്ട് കഴുകിക്കളയാം. ഞാൻ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, എൻ്റെ ആ ഒരു ഹെയർ കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും